കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പമ്പുകളെ സംബന്ധിച്ചൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ മൊഡ്യൂൾ 3-ലെ പമ്പിൻ്റെ എല്ലാ വർക്കിങ്ങും അതിൻ്റെ പ്രോബ്ലമാറ്റിക് സെക്ഷനൊക്കെ നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്ട്, കാവിറ്റേഷൻ ആൻഡ് പ്രൈമിങ്. എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നിടത്താണ് നിങ്ങൾ എന്ത് കഴിവുള്ളത്. അപ്പോൾ അതിൽ കാവിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. കാവിറ്റേഷൻ എന്താണ്? കാവിറ്റേഷൻ ഡെഫിനേഷൻ സംസാരിക്കുകയാണെങ്കിൽ, വെൻ ദ പ്രഷർ ഓഫ് ദ ഫ്ലോയിങ് ലിക്വിഡ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ. അതായത് ഒരു ഫ്ലോയിങ് ലിക്വിഡ്, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പൈപ്പ് എടുക്കുകയാണ്. പൈപ്പാവാം, പമ്പാവാം, എന്തോ ആവും. അതായത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന ഏരിയ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും എന്തിനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയ എടുത്തു. ഈ ഏരിയത്തെ പ്രഷർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്തിനുള്ള ചാൻസ് ഉണ്ട്? പ്രഷർ കുറയാനുള്ള സാധ്യത ഉണ്ട്. എവിടെ? ഈ ഏരിയയിൽ. അങ്ങനെ പ്രഷർ കുറഞ്ഞു. പക്ഷേ ഓരോ ലിക്വിഡിനും ഒരു വേപ്പർ പ്രഷർ ഉണ്ട്. വേപ്പർ പ്രഷർ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഈ ഭാഗത്തെ ഞാൻ ഈ മാർക്ക് ചെയ്ത റൗണ്ട് ഇതിൽ മാർക്ക് ചെയ്ത ഈ ഭാഗത്തെ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ, ആ പൈപ്പിലൂടെ ഒഴുകുന്ന ആ ഫ്ലോവിങ് ലിക്വിഡ്, വാക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യണം, ഫ്ലോവിങ് ലിക്വിഡ്, ആ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ ഈ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു അറിയോ? ആ ലിക്വിഡ് മെല്ലെ ബോയിൽ ചെയ്യും. ഓക്കെ, ബോയിലിംഗ് തുടങ്ങും. ബോയിലിംഗ് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ബബിൾ ഫോം ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു അടുപ്പത്ത് ഒരു സ്റ്റൗവിൽ ഒരു വെള്ളം തിളക്കാൻ വെച്ചു. സ്വാഭാവികമായിട്ടും അത് 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അത് തിളക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബബിൾ ഇങ്ങനെ വരുന്നത് കാണാം. അതേപോലെ ബബിൾ ഫോം ചെയ്യും. ഇങ്ങനെ ബബിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഈ ബബിളൊക്കെ ഹൈ പ്രഷർ സോണിലേക്ക് ഈ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ കൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചിട്ട് ആ ഹൈ പ്രഷർ സോണിൽ അത് കണ്ടൻസേഷൻ സംഭവിക്കും. അതിന് തണുക്കുന്നൊരു സിറ്റുവേഷൻ വരും. കണ്ടൻസേഷൻ അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഞാൻ അതിൻ്റെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞോളൂ. അങ്ങനെ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബബിൾസ് എന്ത് ചെയ്യും? ഹൈ പ്രഷർ സോണിൽ പൊട്ടിപ്പോവും, കൊളാപ്സ് ചെയ്യും. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഒരു ബലൂൺ പൊട്ടുന്ന പോലെ ഈ ബബിൾ എന്ത് ചെയ്യും? പൊട്ടും. ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പിറ്റിംഗ് ആക്ഷൻ വരും. ഒരു ഇങ്ങനെ കുത്തുന്ന ഒരു ആക്ഷൻ വരും. ഓക്കെ, ഒരു പഞ്ചിങ്ങിൻ്റെ ഒരു ആക്ഷൻ വരും. അങ്ങനെ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് പമ്പിലാണ് നടക്കുന്നതെങ്കിൽ പമ്പിൻ്റെ പല ഭാഗങ്ങളും, പല മെറ്റാലിക് സർഫസസും, ലോഹം കൊണ്ട് നിർമ്മിച്ച പല ഭാഗങ്ങളും എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇങ്ങനെ ഇറോഡ് ചെയ്ത് പോകും. അതിന് ഓരോ മെറ്റീരിയൽസ് ഇങ്ങനെ ഇതിങ്ങനെ മണ്ണൊലിച്ച് പോകുന്ന പോലെ മെല്ലെ മെല്ലെ അത് ഒലിച്ചു പോകും. ഓക്കെ, അവിടെ ആ സർഫസ് ഡാമേജ് ആവും. അത് മാത്രമല്ല, ആ ഭാഗത്ത് ഇതിങ്ങനെ കൊളാപ്സ് ചെയ്യല്ലേ, പൊട്ടല്ലേ. ആ പൊട്ടുന്ന സമയത്ത് അവിടെ നോയ്സ്, അതേപോലെ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു സെൻട്രിഫ്യൂഗൽ പമ്പിലാണ് നടക്കുന്നതെങ്കിൽ ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലറിനൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടും, വൈബ്രേഷൻസ് കൂടും. അതാണ് താഴെ കൊടുത്തുള്ളത്. ഡ്യൂ ടു സഡൻ കൊളാപ്സിംഗ് ഓഫ് ബബിൾസ് ഓൺ ദ മെറ്റാലിക് സർഫസ്, ഹൈ പ്രഷർ ഈസ് പ്രൊഡ്യൂസിങ് ആൻഡ് മെറ്റാലിക് സർഫസസ് ആർ സബ്ജക്റ്റഡ് ടു ഹൈ ലോക്കൽ സ്ട്രെസ്സസ്. ലോക്കൽ സ്ട്രെസ്സസ് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു പിറ്റിംഗ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഇടിക്കുന്നൊരു ആക്ഷൻ ഒരു പഞ്ചിങ് ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് വല്ലാതെ അങ്ങ് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ സർഫസ് എന്ത് ചെയ്യും? ഡാമേജ്ഡ് ആവും. അതേപോലെ നോയ്സ് ആൻഡ് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ഫിഗർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നമുക്കറിയാം, ഈ സക്ഷൻ പൈപ്പിലൂടെ ലിക്വിഡ് കയറുകയാണ് പമ്പിൻ്റെ ഉള്ളിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ കയറാൻ കാരണം? പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. ഈ ഇമ്പലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പമ്പിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും, വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ വാക്വം പ്രഷർ ഒരു പരിധിയിൽ അങ്ങ് താഴെ പോകാൻ പാടില്ല. നമുക്ക് നല്ലോണം ലിക്വിഡ് സക്ഷൻ ചെയ്തോട്ടെ, വലിച്ചെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങ് പ്രഷർ താത്തിക്കഴിഞ്ഞാൽ ഈ ലിക്വിഡിൻ്റെ, ഏത് ലിക്വിഡാണോ ഇതിലൂടെ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെയായി കഴിഞ്ഞാൽ ഈ സക്ഷൻ പൈപ്പിലൂടെ കയറുന്ന ലിക്വിഡ് മെല്ലെ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് പകുതി ലിക്വിഡ് ആവും, പകുതി എന്താവും? ബബിൾസായി മാറും. ഈ ബബിൾസ് അവിടെ പോയി പൊട്ടും, ഇമ്പല്ലറിൽ പോയിട്ട് പൊട്ടും. അല്ലെങ്കിൽ ഈ കേസിങ്ങിൻ്റെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ട് അത് കൊളാപ്സ് ചെയ്യും. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടെക്നിക്കൽ ടേം, കൊളാപ്സ് ചെയ്യും. അങ്ങനെ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമ്പല്ലർ, അതേപോലെ ഈ പമ്പിൻ്റെ പല ഭാഗങ്ങളിലും ഒരു പിറ്റിംഗ് ആക്ഷൻ നടക്കും. പിറ്റിംഗ് ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ പല മെറ്റാലിക് സർഫസസും ഡാമേജ് ആയി പോവും. അവിടെ നോയ്സ് ഉണ്ടാവും, അതേപോലെ വൈബ്രേഷൻ ഉണ്ടാവും. ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കാവിറ്റേഷൻ. ഓക്കെ, കാവിറ്റേഷൻ കാരണം എന്താ? ഒരു ഫ്ലോയിങ് ലിക്വിഡിൻ്റെ പ്രഷർ ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ,
എങ്ങനെ പ്രത്യേകത മെൻഷൻ ചെയ്യണം കേട്ടോ. നിങ്ങൾ ആ ഒരു വാക്കാണ് കൃത്യമായിട്ട് വേണ്ടത്. ഒരു ഫ്ലോയിങ് ലിക്വിഡിൻ്റെ പ്രഷർ അതിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ ലിക്വിഡ് എന്തിന് വിധേയമാകും? ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേപ്പർ ബബിൾസ് ഫോം ചെയ്യും. ഈ വേപ്പർ ബബിൾസ് ഹൈ പ്രഷർ സോണിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്യും. കൊളാപ്സ് ചെയ്താൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ? സർഫസസ് ഡാമേജ് ചെയ്യും, നോയ്സ് ഉണ്ടാവും, അതേപോലെ വൈബ്രേഷൻ ഉണ്ടാവും. ഈ ഫിനോമിനെ നമുക്ക് കാവിറ്റേഷൻ എന്ന് വിളിക്കാം. ഈ കാവിറ്റേഷൻ ഒരു ഹൈഡ്രോളിക് മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇതിപ്പോൾ പമ്പിൽ മാത്രമൊന്നുമല്ല നടക്കുക, പല ഹൈഡ്രോളിക് മെഷീൻസിലും നടക്കും. ഓക്കെ, ഇപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ മാത്രമല്ല, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നടക്കും. അപ്പോൾ പല ഹൈഡ്രോളിക് മെഷീൻസിലും ഈ കാവിറ്റേഷൻ എന്നുള്ള ഈ ഫിനോമിന നടക്കാറുണ്ട്. എന്താ കാരണം? വേപ്പർ പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ ആ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നാൽ സംഭവിക്കുന്ന ഒന്നാണത്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ. എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ കാവിറ്റേഷൻ, അതേപോലെ പ്രൈമിങ് എന്നുള്ള ഭാഗമൊക്കെ. അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻസിൽ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കാവിറ്റേഷൻ എന്നുള്ള ഈ ഫിനോമിനൻ ഒഴിവാക്കുന്ന രൂപത്തിലായിരിക്കണം ആ മെഷീൻസ് ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് ഈ കാവിറ്റേഷൻ നല്ല ഒരു ഫിനോമിനൻ, നല്ലൊരു പരിപാടിയല്ല ഒരു ഹൈഡ്രോളിക് മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേപ്പർ പ്രഷർ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. പല പുസ്തകങ്ങളും നോക്കിയാൽ അല്ലെങ്കിൽ പല ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്ന ഡെഫിനിഷൻ ഈ മുകളിൽ കാണിച്ചതാണ്. പക്ഷെ അതൊരു പക്ഷേ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റിലേക്ക്, ഡെഫിനിഷനിലേക്ക് പോകാം. എന്താ ഡെഫിനിഷൻ? ദ പ്രഷർ കറസ്പോണ്ടിങ് ടു എനി പർട്ടിക്കുലർ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് സ്റ്റാർട്ട്സ് ബോയിലിംഗ് ഈസ് കോൾഡ് വേപ്പർ പ്രഷർ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രഷറിൽ ആ ലിക്വിഡ് ബോയിൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യാം, വേപ്പർ പ്രഷർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ. ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ഈ വെള്ളം ബോയിൽ ചെയ്യാറുണ്ട്. നമ്മൾ അടുപ്പത്തൊക്കെ സ്റ്റൗവിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ 100 ഡിഗ്രിയിൽ അത് ബോയിൽ ചെയ്യാറുണ്ട്. എപ്പോഴാണ് ബോയിൽ ചെയ്യുക? 1 ബാർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുമ്പോഴാണ്. നമ്മുടെ അന്തരീക്ഷ മർദ്ദം 1 ബാർ അറ്റ്മോസ്ഫിയർ പ്രഷർ ആവുന്ന സമയത്താണ് 100 ഡിഗ്രിയിൽ ലിക്വിഡ് തിളക്കുക. ഇനി ഈ 100 ഡിഗ്രി നമ്മുടെ കോൺസ്റ്റന്റ് ആണ്, അത് മാറുന്നില്ലേ. 100 ഡിഗ്രിയാണ് ആ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ പ്രഷർ ഒന്ന് വർദ്ധിപ്പിച്ചു, 2 ബാർ ആയി. 2 ബാർ ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ ലിക്വിഡ് എന്ത് ചെയ്യില്ല, 100 ഡിഗ്രിയിൽ തിളക്കൂല. പക്ഷെ നിങ്ങളൊരു 0.9 ബാർ ആണെന്ന് വിചാരിച്ചോ. 0.9 ബാർ ആണെങ്കിൽ ആ ലിക്വിഡ് എന്ത് ചെയ്യും, ബോയിൽ ചെയ്യും. അതായത് 100 ഡിഗ്രിയിൽ ലിക്വിഡ് തിളക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ എത്രയാണ്? 1 ബാർ പ്രഷർ ആയിരിക്കണം. ഈ 1 ബാർ പ്രഷറാണ് അവിടുത്തെ വേപ്പർ പ്രഷർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷറോ അതിൻ്റെ താഴത്തെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ ആയി എന്നാൽ എന്ത് സംഭവിക്കും? ബോയിലിംഗ് സംഭവിക്കും. അതായത് 0.9 അത് ബോയിൽ ചെയ്യും, 0.8 ബോയിൽ ചെയ്യും, 0.7 ബോയിൽ ചെയ്യും, 1 ബാറിൽ ബോയിൽ ചെയ്യും. പക്ഷെ 1.5 ബോയിൽ ചെയ്യൂല, 1.2 ബോയിൽ ചെയ്യൂല. അതായത് വേപ്പർ പ്രഷറിന് താഴെയോ വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, ടെമ്പറേച്ചറിൽ ആ ലിക്വിഡ് ബോയിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പമ്പിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ 20 ഡിഗ്രിയാണ്. ഈ 20 ഡിഗ്രി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന വേപ്പർ പ്രഷർ ഒരു 0.3 ബാറാന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വാക്വം പ്രഷറാണ് ഉണ്ടാക്കാറല്ലേ. വല്ലാതെ പ്രഷർ കുറക്കാറുണ്ട്. എന്തിനാ കുറക്കുന്നത്? സക്ഷൻ പൈപ്പിലൂടെ സമ്പിൽ നിന്നും ലിക്വിഡ് പമ്പിൻ്റെ ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയുന്ന കാര്യം. അപ്പോൾ നമ്മൾ നല്ലോണം വെള്ളം പമ്പ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ നമ്മൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ ഫോർ എക്സാമ്പിൾ. അങ്ങനെ പമ്പിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ പമ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നല്ലോണം വെള്ളം സക്ഷൻ നടന്നോട്ടെ വെച്ചിട്ട് ആ പമ്പിൻ്റെ ഉള്ളിലത്തെ പ്രഷർ വല്ലാതെ കുറക്കുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചോ. ആ പ്രഷർ 0.3 ബാർ ആണെങ്കിൽ 20 ഡിഗ്രിയിൽ എന്ത് സംഭവിക്കും? ആ ലിക്വിഡ് ബോയിൽ ചെയ്യും. ചൂടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ബോയിലിംഗ് സംഭവിക്കും. അതിന് 0.2 ആണെങ്കിൽ എന്ത് ചെയ്യും? ബോയിലിംഗ് സംഭവിക്കും. 0.3 ആണെങ്കിൽ എന്ത് ചെയ്യും? ബോയിലിംഗ് സംഭവിക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന പരിപാടി 20 ഡിഗ്രി സെൽഷ്യസിലും അത് ബോയിൽ ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 0.3യുടെ മോൾക്ക് മാത്രമേ പ്രഷർ വരാൻ പാടുള്ളൂ. അതായത് 0.4 ബാർ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് ബോയിൽ ചെയ്യൂല. അപ്പോൾ വേപ്പർ പ്രഷർ പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ ടെമ്പറേച്ചറിനനുസരിച്ച് ആ ടെമ്പറേച്ചറിൽ ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന പ്രഷറിനെ നമുക്ക് എന്ത് വിളിക്കാം? വേപ്പർ പ്രഷർ എന്ന് വിളിക്കാം. അപ്പോൾ എപ്പോഴാണ് ബോയിലിംഗ് സംഭവിക്കുക? വേപ്പർ പ്രഷറിന് താഴേക്കോ വന്നു കഴിഞ്ഞാൽ ഏതൊരു ലിക്വിഡ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ബോയിലിംഗ് നടക്കും. അപ്പോൾ നമ്മൾ കാവിറ്റേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി?
പമ്പിൻ്റെ ഉള്ളിലത്തെ പ്രഷർ ഒരു കാരണവശാലും വേപ്പർ പ്രഷറോ വേപ്പർ പ്രഷറിൻ്റെ താഴെയോ വരരുത്. എപ്പോഴും വേപ്പർ പ്രഷറിൻ്റെ മുകളിലായിട്ട് നിലനിർത്തിയാൽ മതി. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യാം, അത് ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്താ, ഇഫ് ദ പ്രഷർ ഓഫ് എനി ലിക്വിഡ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ദ വേപ്പർ പ്രഷർ ദ ലിക്വിഡ് ബോയിലിംഗ് ഓഫ്, അതായത് വേപ്പർ പ്രഷറോ അല്ലെങ്കിൽ ഈക്വലൻ ലെസ് ദാൻ അല്ലേ, ഒന്നെങ്കിൽ വേപ്പർ പ്രഷർ ആണെങ്കിൽ ആ വേപ്പർ പ്രഷർ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് എന്ത് ചെയ്യും, ബോയിലിംഗ് സംഭവിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വേപ്പർ പ്രഷറിൻ്റെ മുകളിൽ നിൽക്കുന്ന രൂപത്തിലായിരിക്കണം ഏതൊരു പമ്പും അല്ലെങ്കിൽ ഏതൊരു ഹൈഡ്രോളിക് മെഷീനും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കാവിറ്റേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രൊപ്പല്ലർ ഹൈഡ്രോളിക് മെഷീനാണ്, ഒരു ഹൈഡ്രോളിക് ഡിവൈസാണ്. കപ്പലുകളൊക്കെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് മെമ്പറാണ് ആര്, പ്രൊപ്പല്ലർ. ഈ പ്രൊപ്പല്ലറൊന്നും ഹൈ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യില്ല. കാരണം ഹൈ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊപ്പല്ലറിൻ്റെ അതൊരു പമ്പരം പോലത്തെ സംഭവമാണ് അല്ലേ, ഫാനിൻ്റെ ഒക്കെ ഒരു പമ്പരം പോലത്തെ സംഭവമാണ്. കണ്ടിട്ടുണ്ടാവും. ഈ സീലിംഗ് ഫാൻ അല്ല ഉദ്ദേശിച്ചത്, നമ്മളെ ടേബിൾ ഫാന് അല്ലെങ്കിൽ പെഡസ്ട്രിയൽ ഫാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ ആ ഒരു എന്താ അതിൻ്റെ ആ പങ്ക പോലത്തെ ഒരു സംഭവമാണ് ഈ പ്രൊപ്പല്ലർ. അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ അത്രയും ഷാർപ്പായിരിക്കും. അത്രയും ഷാർപ്പ് എഡ്ജൊക്കെ ഹൈ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈ ആംഗുലാർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജിലൊക്കെ പ്രഷർ വല്ലാതെ അങ്ങ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യത എന്നല്ല, പ്രഷർ കുറയും. എന്നാൽ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് 20 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. ആ 20 ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. ആ വേപ്പർ പ്രഷറിൻ്റെ താഴേക്കോ വന്നു കഴിഞ്ഞാൽ ആ ലിക്വിഡ് ബോയിൽ ചെയ്യാൻ തുടത്തും. ലിക്വിഡ് ബോയിൽ ചെയ്താൽ എന്താ സംഭവിക്കുക, ബബിൾ ഫോം ചെയ്യും. ഈ ബബിൾ എവിടെ പോയിട്ട് പൊട്ടും, ഈ പ്രൊപ്പല്ലറും വന്ന് തട്ടി പൊട്ടും. അപ്പോൾ പ്രൊപ്പല്ലർ ഡാമേജ് ആവും. അത് മാത്രമല്ല, ഇങ്ങനെ പൊട്ടുമ്പോൾ നോയ്സും വൈബ്രേഷനും ഉണ്ടാവും. ഈ വൈബ്രേഷൻ ഷിപ്പിലേക്ക് എടുക്കും. ഷിപ്പിൻ്റെ ഉള്ളിലത്തെ കംഫർട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കാവിറ്റേഷൻ എന്നുള്ളത് ഒരു പമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫിനോമിനൻ അല്ല, മിക്ക ഹൈഡ്രോളിക് മെഷീൻസിലും കാണുന്ന ഒരു ഫിനോമിനനാണ്. നമ്മൾ പമ്പ് പഠിക്കുന്നത് പമ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്താണ് കാവിറ്റേഷൻ എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പ്രത്യേകം കണ്ടീഷൻ മനസ്സിലാക്കുക. അത് ഈ ഡെഫിനേഷനിലുണ്ട്, അതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം സംസാരിക്കാനുള്ളത് പ്രൈമിങ്ങിനെ സംബന്ധിച്ചാണ്. പ്രൈമിങ് അതായത് ഇപ്പോൾ കാവിറ്റേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് സെൻട്രിഫ്യൂഗൽ പമ്പിലും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പ്രൈമിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട മാത്രം ഒരു കാര്യമാണ്. എന്താണ് പ്രൈമിങ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. പ്രൈമിങ്ങിൻ്റെ ഡെഫിനേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. The priming of a centrifugal pump is defined as the operation which the suction pipe casing of the pump and portion of the delivery pipe up to the delivery valve is completely filled up from outside source with the liquid to be raised by the pump before the starting the pump എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിഗറിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പമ്പ് ഈ സമ്പിൽ ഇറക്കി വെച്ചു. അതായത് എവിടുന്ന, റിസർവോയർ എന്ന് പറയാം, അല്ലെങ്കിൽ കിണർ എന്ന് പറയാം. കിണറിൽ നമ്മൾ ഇറക്കി വെച്ചു എന്ന് വിചാരിച്ചോ, എക്സാമ്പിളിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കിണറിൽ ഇറക്കി വെച്ചു. കിണറിൽ നിന്ന് നമ്മൾ വാട്ടറാണ് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡ് ഏതാണ്, വാട്ടറാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല, ഒരു ലിക്വിഡും ഇല്ല. പമ്പിൻ്റെ ഉള്ളിലൊന്നും ലിക്വിഡില്ല. എന്താ കയറി നിൽക്കുന്നത്, ഇതിനുള്ളിൽ നിറച്ച് എയർ കയറി നിൽക്കുന്നുണ്ടാവും. നമ്മൾ മോട്ടർ ഓൺ ആക്കുകയാണ്, സ്വാഭാവികമായിട്ട് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇതിൻ്റെ ഉള്ളിൽ വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വസ്തുവിനെ തട്ടിത്തെറിപ്പിക്കണം. പക്ഷേ എയറിൻ്റെ ഡെൻസിറ്റി വളരെ വളരെ കുറവാണ്. ആ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് അത്ര ഈസിലി എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പ്രഷർ കൂട്ടിയിട്ട് പുറത്തേക്ക് പുറന്തള്ളാൻ കഴിയില്ല എയറിന്. ഈ ഇമ്പല്ലറിന് അതിനുള്ള കഴിവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ആര് ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്, എയർ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. എയർ ഫില്ല് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ എന്താ, അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. പുറത്തെ പ്രഷർ എന്താ, പുറത്തും അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ രണ്ടോടത്തും ഈക്വൽ പ്രഷർ ആയതുകൊണ്ട് ലിക്വിഡ് എന്ത് ചെയ്യില്ല, സക്ഷൻ പൈപ്പിലൂടെ മുകളിലേക്ക് കയറില്ല. നമ്മൾ ജ്യൂസ് കുടിക്കാറുണ്ട്. ജ്യൂസ് കുടിക്കുമ്പോൾ ജ്യൂസിൽ സ്ട്രോ ഇട്ടിട്ട് സ്ട്രോൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വലിക്കാറുണ്ട്. ആ വലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ സ്ട്രോൻ്റെ ഉള്ളിലെ എയറിനെ നമ്മൾ വലിച്ച് പുറത്തേക്ക് കളയാണ്, അല്ലെങ്കിൽ വായുടെ ഉള്ളിലേക്ക് കളയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായി, വാക്വം പ്രഷറായി. സ്വാഭാവികമായിട്ടും ജ്യൂസ് എന്ത് ചെയ്യും, ഗ്ലാസ്സിൽ നിന്നും, അല്ലെങ്കിൽ ജ്യൂസ് എവിടെയാണോ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യും, ഈ സ്ട്രോയിലൂടെ നമ്മൾ വായിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ അതിന് കാരണം എന്താ, ആ സ്ട്രോൻ്റെ ഉള്ളത്തെ എയറിനെ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇവിടെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പും ആ സ്ട്രോൻ്റെ അതേ വർക്കിംഗ് തന്നെയാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന എയറിനെ ഒഴിവാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുള്ളൂ, ഒരു വാക്വം പ്രഷർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ
നമുക്ക് ആ എയറിനെ ഒഴിവാക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി പ്രഷറിന്റെ വ്യത്യാസം മൂലം സക്ഷൻ പൈപ്പിലൂടെ ലിക്വിഡ് പമ്പിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുള്ളൂ. അങ്ങനെ എയറിനെ റിമൂവ് ചെയ്യാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഡെലിവറി പൈപ്പിലൂടെ കുറച്ച് ലിക്വിഡ് നമ്മൾ ഇങ്ങനെ ഒഴിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഡെലിവറി പൈപ്പിലൂടെ നമ്മൾ ലിക്വിഡ് ഒഴിക്കുകയാണ്, ഇങ്ങനെ ലിക്വിഡ് വരും, ഈ കേസിങ്ങിലൊക്കെ നിറഞ്ഞു നിൽക്കും. എവിടെയൊക്കെ നിൽക്കും, ഈ ഡെലിവറി പൈപ്പിന്റെ ഒരു ഭാഗം മുതൽ കേസിങ്ങിൽ, ഇമ്പല്ലറിൽ, സക്ഷൻ പൈപ്പിലൊക്കെ മുഴുവനായിട്ട് എന്ത് ചെയ്യും, വെള്ളം കയറി നിൽക്കും. ഈ വെള്ളം കയറി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക, പമ്പിന്റെ ഉള്ളിൽ നിന്നുള്ള എയറിനെ മൂപ്പരാൾ എന്ത് ചെയ്യും, പുറത്തേക്ക് പുറന്തള്ളും, റിമൂവ് ചെയ്യും അല്ലെ. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനുള്ളിൽ എന്തായി, എയർ അല്ല ലിക്വിഡ് ആണ് അല്ലെ. ചിലർക്ക് സംശയം ഉണ്ടാവും, നമ്മൾ ഇതുവഴി വെള്ളം നടക്കുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ കിണറിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സമ്പിലേക്ക് ലിക്വിഡ് പോകില്ല. എന്താ കാരണം, എന്താ, ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഫൂട്ട് വാൾവാണ്. ഫൂട്ട് വാൾവിന്റെ പ്രത്യേകത, ഫൂട്ട് വാൾ എപ്പോഴും ലിക്വിഡിനെ എങ്ങോട്ടേ ഫ്ലോ ചെയ്യുള്ളൂ, വൺ വേ, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതായത് മുകളിലേക്ക് മാത്രമേ ഒഴുക്കുള്ളൂ, എന്ത് ചെയ്യില്ല, താഴേക്ക് ഒഴുക്കി കളയില്ല. അത് ഫൂട്ട് വാളിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നിരുന്നാലും അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചപ്പോൾ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്, ലിക്വിഡ് ആണ് അല്ലേ. നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡ്, ഇപ്പോൾ കിണറായതുകൊണ്ട് എക്സാമ്പിൾ എന്താണ്, വെള്ളമാണ്. അപ്പോൾ നിങ്ങളൊരു പെട്രോളാണ് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ഇതിൽ നടക്കേണ്ടത്, പെട്രോളാണ് നടക്കേണ്ടത്. അപ്പോൾ ഏത് ലിക്വിഡ് ആണോ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ലിക്വിഡ് ഈ പമ്പിന്റെ ഉള്ളിലേക്ക്, സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഉള്ളിലേക്ക് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നിറച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ടാ, പമ്പിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന എയറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉദാഹരണത്തിന് വെള്ളമാണെന്ന് വിചാരിച്ചു. ഇനി ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യണം. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എയറിനേക്കാൾ താരതമ്യേന ഡെൻസിറ്റി കൂടിയ ഒരു പദാർത്ഥമാണ് ലിക്വിഡ്, വാട്ടർ അല്ലെ. ഈ വാട്ടറിനെ എന്ത് ചെയ്യും, ഇമ്പല്ലർ തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സക്ഷൻ പൈപ്പിലൂടെ ലിക്വിഡ് കയറും. ഓക്കെ, അപ്പോൾ പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് എയർ ഫ്രം ദി സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്നും എയറിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, പ്രൈമിംഗ്. അങ്ങനെ പ്രൈമിംഗ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ത് ചെയ്യൂല, ലിക്വിഡിനെ പമ്പ് ചെയ്യൂല. മനസ്സിലാക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എല്ലാ സമയത്തും ചോദിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെഫിനിഷൻ നോക്കാം. എന്താ ഡെഫിനിഷൻ, പ്രൈമിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് പ്രൈമിംഗ്, ദ ഓപ്പറേഷൻ ഇൻ വിച്ച്, അതൊരു ഒരു പ്രവൃത്തിയാണ്, എന്തായാലും ചെയ്യുന്നത്, ഇൻ വിച്ച് ദ സക്ഷൻ പൈപ്പ്, കേസിംഗ് ഓഫ് ദ പമ്പ് ആൻഡ് പോർഷൻ ഓഫ് ദ ഡെലിവറി പൈപ്പ്. ഡെലിവറി പൈപ്പ്, കേസിങ്, സക്ഷൻ പൈപ്പ്. ഈ കേസിംഗിൽ എന്തുകൊണ്ട് ഇമ്പല്ലർ വരും കേട്ടോ. ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ്, അതായത് നിറക്കുകയാണ്. എന്ത്, ഫ്രം ഔട്ട്സൈഡ് സോഴ്സ്, പുറത്തുനിന്ന്, അതായത് നമ്മൾ പമ്പ് ചെയ്യുന്ന കിണറിൽ നിന്നല്ല, പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പമ്പിലേക്ക് ലിക്വിഡ് ഒഴിക്കുകയാണ്. ഏത് ലിക്വിഡ്, ലിക്വിഡ് ടു ബി റേസ്ഡ്, അതായത് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ കിണറ്റിലാണ് നമ്മൾ പമ്പ് വെക്കുന്നെങ്കിൽ ആ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നടക്കേണ്ട ലിക്വിഡ് ഏതാ, കിണറ്റിൽ വെള്ളമല്ലേ, ഇപ്പോൾ വെള്ളം നടക്കേണ്ടത്. നമ്മൾ വലിയൊരു ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസലാണ് പമ്പ് ചെയ്യണമെങ്കിൽ ഈ പമ്പിൽ നടക്കേണ്ട ഏതാ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡീസലല്ലേ, അപ്പോൾ ഡീസലാണ് നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ ഏത് ലിക്വിഡാണോ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡാണ് ഇതിൽ നിറച്ചു വെക്കേണ്ടത്. ഓക്കെ, ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്, ലിക്വിഡ് പ്രൈമിംഗ് എന്നുള്ള പ്രോസസ്സ്. ഈ പ്രോസസ്സിന്റെ പ്രത്യേകത, അങ്ങനെ എന്താ സംഭവിക്കുന്നത്, എയർ ഫ്രം ദീസ് പാർട്സ്, ഈ ദീസ് പാർട്സ് പറഞ്ഞാൽ സക്ഷൻ പൈപ്പ്, കേസിങ്, അതേപോലെ ഡെലിവറി പൈപ്പിന്റെ കുറച്ച് പോർഷൻ, അത് ഡെലിവറി വാൾവ് വരെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, റിമൂവ്ഡ്, എന്താ റിമൂവ് ചെയ്യുന്നത്, എയർ റിമൂവ് ചെയ്യാണ്. ഓക്കെ, അതായത് എന്താണ്, ദീസ് പാർട്സ് ആർ ഫിൽഡ് വിത്ത് ലിക്വിഡ് ടു ബി പമ്പ്ഡ്, പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡ് നിറച്ചു വെക്കുകയാണ്. ഈ പ്രോസസ്സാണ് എന്ത്, പ്രൈമിംഗ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമിംഗ് എന്നുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ പമ്പ് ലിക്വിഡിനെ പമ്പ് ചെയ്യൂല. ഓക്കെ, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ഡിസ്കസ് ചെയ്ത് ക്യാവിറ്റേഷനും പ്രൈമിംഗും ആണ്. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ എല്ലാ ടോപ്പിക്കും നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളതൊന്ന് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ അവസാനത്തെ ഒരു ക്ലാസ് എന്ന നിലയിൽ നമുക്കത് സമ്മറൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് പമ്പിൻ്റെ ഡെഫിനേഷൻ ആയിരുന്നു. എന്താണ് പമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ പമ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. രണ്ട് തരം പമ്പുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പുണ്ട്, ഡൈനാമിക് പ്രഷർ പമ്പുണ്ട്, അതേപോലെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുണ്ട്. ഇങ്ങനെ രണ്ട് പമ്പുണ്ട്. ആ പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട്
ആ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്നാമത്തെ പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് അതിൻ്റെ ഡയഗ്രം വെച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുമാത്രമല്ല അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്തു മനസ്സിലാക്കി. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ ആ ഫിഗർ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഫിഗർ വരച്ചാൽ തന്നെ പകുതി മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണെന്നല്ല ലഭിക്കും. അതിന് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഒരു ടോപ്പിക്കാണ് മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അല്ലെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും പാരലായിട്ട് കണക്ട് ചെയ്താലും എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്ത് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം പമ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നിങ്ങൾ എക്സാമിന് ചോദിക്കും. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിങ്ങിന് അതിൻ്റെ ഡയഗ്രാം നിങ്ങൾ മനസ്സിലാക്കണം. പ്ലസ് അതിൻ്റെ പ്രോബ്ലംസിന് വേണ്ട ഇക്വേഷൻസ് നിർബന്ധമായിട്ടും നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. അതിൻ്റെ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പ്രത്യേകത ആ പമ്പിൻ്റെ ഒരു സൈഡിൽ സക്ഷൻ സ്ട്രോക്ക് ആണെങ്കിൽ മറ്റേ സൈഡിൽ എന്തായിരിക്കും, ഡെലിവറി സ്ട്രോക്ക് ആയിരിക്കും. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു ഡെലിവറി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലിക്വിഡ് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ ഡബിൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതാണ് അല്ലേ. ഒരേ സമയം തന്നെ സക്ഷനും നടക്കും, ഒരേ സമയം തന്നെ എന്ത് ചെയ്യും, ഡെലിവറി നടക്കും ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണെങ്കിൽ. ഇനി ഈ ഡബിൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ് നമ്മൾ പഠിച്ചതാണ്. മറ്റ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകളാണ് വെയിൻ പമ്പ്, ലോബ് പമ്പ്, ഗിയർ പമ്പ് ആൻഡ് സ്ക്രൂ പമ്പ്. അപ്പോൾ അതിൽ ഏതെങ്കിലും രണ്ട് പമ്പുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് ഗിയർ പമ്പിനും അതേപോലെ ലോബ് ടൈപ്പ് പമ്പിനുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫിഗേഴ്സും നിങ്ങൾ മനസ്സിലാക്കണം, വർക്കിംഗ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എയർ വെസൽ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എയർ വെസൽ, പ്രൈമിങ്, കാവിറ്റേഷൻ മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ കാവിറ്റേഷനും പ്രൈമിങ്ങും നമ്മൾ സംസാരിച്ചു, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി. എയർ വെസലിൻ്റെ കോൺസെപ്റ്റ് ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ് മുതൽ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സുകളിൽ വിശദമായിട്ട് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഈ സമ്മറി നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ചുരുക്ക രൂപമാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ. All the very best and thank you.